പൈസ കിട്ടുമോ? സമാധാനായിട്ടിരിക്കും, ബാബ എന്തെങ്കിലും ചെയ്യും. സലാം ബാബ. ആ നന്നായിരിക്കും. എന്താടാ പതിവില്ലാതെ? ബാബേനെ ഒന്ന് കാണാൻ വന്ന. എന്താ വിശേഷം? കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു ബാബ. ഫ്രണ്ടാണ് ഷാന. ഇരുന്നു ബാബ. പിന്നെ ഇവന്റെ ഉമ്മാക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലില്. അപ്പൊ ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. കുറച്ച് സീരിയസാ. അതിപ്പോ ഒരുപാട് പൈസയാവും ബാബ. ഞങ്ങളുടെ അത്രയും കാശൊന്നുമില്ല. അതിന് നമുക്ക് കാശ് കടം കൊടുക്കുന്ന ഏർപ്പാടില്ലല്ലോ സാബു. അയ്യോ കടം അങ്ങനെയല്ല ബാബ. എന്തെങ്കിലും ഒരു ഡീല് കിട്ടിയാ മുമ്പത്തെ പോലെ ഞാൻ ചെയ്തോളാം. സാബു, നീ ഉണ്ടായപ്പോ ഉള്ള പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. എല്ലാം പുതിയ പിള്ളേരാ. നമ്മുടെ പഴയ ടീമിന്റെ എല്ലാ ഡീറ്റെയിൽസും പോലീസിന്റെ കയ്യിലുണ്ട്. കൂട്ടത്തിൽ നിന്റെയും കാണും. അപ്പോ നീ ഒരു ഡീലിന് പോയാ നിന്നേക്കാൾ കൂടുതൽ റിസ്ക് എനിക്കാ. ഇങ്ങനൊരു അവസ്ഥയിൽ കൈയൊഴിയല്ലേ ബാബ. എനിക്ക് സഹായം ചോദിക്കാൻ ബാബ മാത്രമേ ഉള്ളൂ. വേറൊരു വഴിയില്ലാത്തോണ്ടാ ഞാൻ. ഒരു കാലത്ത് എനിക്ക് വേണ്ടി നീ കുറെ കഷ്ടപ്പെട്ടവനല്ലേ. അങ്ങനെ പെട്ടെന്ന് നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ശരി, എന്നാ ഞാനൊരു തീരുമാനം പറയാം. ആവശ്യം നിന്റെ ചങ്ങാതിയുടേതല്ലേ, പോട്ടെ. അയ്യോ അത് ശരിയല്ലേ ബാബ. ഇവൻ അതിനെ കുറിച്ചൊരു പിടിയില്ലാത്ത ആളാ. ഇവൻ പോയാ ഇല്ല ബാബ, ഞാൻ റെഡി. ഞാൻ പോയിക്കോളാം. അതിൻ്റെ ഉമ്മയുടെ ഓപ്പറേഷനുള്ള കാശ് തന്നാൽ മതി. നീ ഇതെന്തറിഞ്ഞിട്ടാ? ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഒരു മാർഗവുമില്ല. ഞാൻ പോയിക്കോളാം. ഇവിടെ നീ ഉണ്ടല്ലോ ഉമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ. ഷാജിയെ, ഒരു 2ന്റെ ഡീലുണ്ട്. ഇന്ന് രാത്രി വണ്ടിക്ക് കാലിക്കട്ട് പോവാൻ റെഡി ആയിക്കോ. ശരി ബാബ. ഗുഡ് ബാബ. ഷാജി, ഇവൻ നമ്മുടെ സാബുവിന്റെ ചങ്ങാതിയ. എന്താ ഇവന്റെ പേര്? ഷാനു. ഇവന് നമ്മുടെ കഥയൊന്ന് പറഞ്ഞു. ആ ഫോണിനെടുക്ക. കുഴപ്പമില്ല, കൊടുത്തു. ഇതിന് ലോഗോ ഇറക്കണം എങ്ങനെയാ? കാണിച്ചു കൊടുക്ക. എസ് ഷേപ്പ്. എസ് ഷേപ്പില്. ഇതോടെ ഇരിക്കട്ടെ. ഈ ഫോണിലൊരു വാട്സാപ്പ് നമ്പർ ഉണ്ട്. അതിലൂടെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അല്ല, അതേ പറ്റൂ. കോഴിക്കോട് ചെന്നിട്ട് വിളിക്കേണ്ട ആളുടെ നമ്പര് ഈ കാർഡിലുള്ള ലോഡ്ജിയും തരും. മനസ്സിലായോ? അപ്പൊ രാത്രി യാത്രയ്ക്ക് തയ്യാറായിക്കോ. കൊടുക്കേണ്ട മാല പോകുന്നതിന് മുമ്പ് കൈ തരും. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2ന്റെ കഷ്ണത്തിന്റെ ബാക്കി കാശ് വാങ്ങാൻ വരുന്നതിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. എന്നിട്ട് ഓന് പൈസ കൊടുക്കാവും. അപ്പോഴേ നിന്റെയൊക്കെ ജോലി പൂർത്തിയാവും. ശരി കേട്ടോ? പടച്ചോൻ രക്ഷിക്കട്ടെ. താങ്ക് യു ബാബ. സാബു, ഓ, അന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് ഓനെ വിടുന്നതും കായിപ്പ കൈയോടെ തന്നെ തന്നതും. ഈ കൊണ്ടുപോകുന്ന കാശിന് നിന്റെ ഉയിരിന്റെ വിലയുണ്ട്. നിനക്കറിയാലോ? അറിയാം ബാബു. എന്നാ വിട്ടോളി.